അസ്സലാമു അലൈക്കും. പരിശുദ്ധ റമളാൻ. പുണ്യങ്ങളുടെ പൂക്കാലമാണല്ലോ റമളാൻ മാസം. സത്യവിശ്വാസികൾക്ക് പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള മാസമാണ് പരിശുദ്ധ റമളാൻ. സർവ്വ ശൈത്താന്മാരെയും പിടിച്ചു കെട്ടിയിടുന്ന മാസവും അതുപോലെ തന്നെ നരകത്തിലെ മുഴുവൻ കവാടങ്ങളും അടച്ചിടുന്ന മാസവും കബറാളികളുടെ ശിക്ഷ നിർത്തിവെക്കുന്ന മാസവും സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസവുമാണല്ലോ റമളാൻ മാസം. മനുഷ്യർക്ക് മാർഗദർശനം നൽകാനായി അള്ളാഹു പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളുടെ എല്ലാം അവതരണം നടന്നത് റമളാൻ മാസത്തിലായിരുന്നു. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ അവതരിച്ചതും ഈ റമളാൻ മാസത്തിലാണ്. റമളാനിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചത് ഷഹ്റുൽ മുബാറക്കൂൻ എന്നാണ്, അഥവാ അനുഗ്രഹീതമായ മാസം അല്ലെങ്കിൽ ബറക്കത്തുള്ള മാസം എന്നൊക്കെയാണ്. റമളാനിലെ എല്ലാ രാവുകളിലും ഒരു സംഘം ആളുകൾക്ക് നരകത്തിൽ നിന്നും മോചനം നൽകി അവരെ സ്വർഗത്തിൻ്റെ ഉടമകളാക്കി മാറ്റുന്ന പ്രക്രിയ നടക്കുന്നുണ്ട്. അനുഗ്രഹീത രാത്രിയായ ലൈലത്തുൽ ഖദർ റമളാൻ മാസത്തിലാകുന്നു എന്നതും റമളാനിനെ ഏറെ ശ്രേഷ്ഠമാക്കുന്ന ഒന്നാണ്. ഇത്രയൊക്കെ സവിശേഷതയും പ്രതിഫലവും പുണ്യവുമുള്ള റമളാൻ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ജീവിതത്തിൽ ഒരു റമളാൻ ലഭിക്കുന്നത് എത്രത്തോളം വലിയ അനുഗ്രഹമാണ്. ഈ വരുന്ന റമളാനിൽ എല്ലാ പാപങ്ങളും പുറത്തു നൽകാനും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനും നല്ല പ്രവൃത്തികൾ ചെയ്യാനും നാഥൻ തുണയ്ക്കട്ടെ. റമളാൻ അടുക്കുമ്പോൾ വിശുദ്ധ മാസത്തെ വരവേൽക്കാൻ ആദ്യം ഒരുക്കേണ്ടത് വൃത്തിയുള്ള ഒരു ഹൃദയമാണ്. പാപവും പകയും വെടിഞ്ഞ് പശ്ചാത്താപവും പ്രതീക്ഷയുമായി പുണ്യമാസത്തെ വരവേൽക്കാം. സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിച്ച് റമളാനിലേക്ക് പ്രവേശിക്കാൻ നാം ശ്രമിക്കണം. നന്മകൾ ചെയ്യുന്നവരായിക്കൊണ്ട് നമുക്ക് റമളാനിനെ വരവേൽക്കാം. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുന്നത് സുന്നത്തുകളിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഈ റമളാൻ ഒരു പ്രതീക്ഷയുടെയും ഒരു നല്ല മാസത്തിൻ്റെയും ഉണർവായിരിക്കട്ടെ. നാഥൻ തൗഫീക്ക് ചെയ്യട്ടെ.